രണ്ടടി നീയൊക്കെ പുറകോട്ട് നീങ്ങിയ നിന്റെയൊക്കെ ജഡം എന്താത് ഗ്ലാസ് വെള്ളമുണ്ടോ? കള്ള് കിട്ടിയ രണ്ടിന്റെയും ഭാഗ്യം. അല്ലെ രണ്ടിന്റെ കഴുത്തറുത്ത് ഞാൻ രക്തം കുടിച്ച സ്ട്രോ ഇട്ട് മൊത്തം കുടിച്ചോ? ഞാൻ ചേച്ചിയല്ല ചേട്ടനാ. ട്രാൻസ്ജെൻഡർ പ്രേതമായിരിക്കും. ഞാനൊരു പ്രേതമാടാ. കുറച്ചൊക്കെ ബഹുമാനിക്കണ വഴി. അതെ ചേട്ടാ, ഈ സുമതി യക്ഷിയെ ചേട്ടന്റെ ആരെങ്കിലും ആയിട്ട് വരൂ? സുമതി അമ്മ ഇതൊരു വല്യമ്മയാണ്. പ്രായമായി, ഫീൽഡിലില്ല. പ്രേതമൊക്കെ മദ്യപിക്കാറുണ്ടോ? ബ്ലഡിനൊരു കിക്കില്ല. ഇത് കൊള്ളാം, നല്ല പിടുത്തമാ. ജനറേഷൻ പ്രേതമാണ്. ബീഡി ഉണ്ടോ? ഒരു തീപ്പെട്ടി എടുക്കാൻ. തീപ്പെട്ടി ഉണ്ടോ? ഒരു ബീഡി എടുക്കാൻ. സിഗരറ്റ് ഉണ്ട്, സിഗരറ്റ്. അല്ല ചേട്ടാ, ഇവിടെ രണ്ട് കോമ്പൽ വരുന്നില്ല, അതെവിടെ പോയി? അത് യക്ഷിണി ദന്താശുപത്രിയില് ശരിയാക്കാൻ കൊടുത്തേക്ക. ഓടായടോ. അല്ല ചേട്ടൻ എങ്ങനെ പ്രേതമായത്? അതൊരു വലിയ കഥയാ. വലിയ കഥയാ. ഞാൻ പണ്ട് മീൻ വെട്ടാനായിട്ടിരുന്നപ്പോ ഒരു പൂച്ച എന്റെ അടുത്ത് വന്നിരുന്ന് മിയാവൂ മിയാവൂ എന്ന് കരഞ്ഞു. എന്തിനു വേണ്ടി? മീനിന് വേണ്ടി. എന്നിട്ട് ഈ പൂച്ച എന്ത് ചെയ്തെന്നറിയാവോ? ഈ പൂച്ച ചാടി എന്റെ പൊക്കിളൊരു കടി. ഞാൻ അവിടെ പൊക്കിളൊരു കടിയും കൊണ്ട് കുഴങ്ങിയ വീട് മരിച്ചു. അതിനുശേഷം ചിലർ എന്നെ പൊക്കിളക്ഷിന്നും വടയക്ഷിന്നും വിളിക്കാറുണ്ട്. അല്ല ചേട്ടാ, ചേട്ടൻ എവിടെ താമസിക്കുന്നത്? അങ്ങ് ദൂരം. എവിടെ? പാലമരത്തില്ല. പാലവരത്തിലേക്ക് ആരും ഇല്ലെങ്കിൽ ഇത് ആര് പറഞ്ഞു? ദൂരം മലയാളം ഉണ്ട്. ആ കാണുന്ന മലയാളം അവിടെ ആകുമ്പോ കേറണ്ടല്ലോ. നീ രണ്ട് ഒരുപാട് കിടക്കണമെന്ന് കറങ്ങണ്ട. ഇവിടെ കുണ്ടം പ്രേതങ്ങളുണ്ട്. കൈ കിട്ടിയാ പോയിന് മക്കളെ പിടിച്ചാർക്കും. എന്നാലും ചേട്ടാ, ഇനി നമ്മൾ എപ്പോ കാണും? ഈ വഴിക്കൊക്കെ ഇറങ്ങ്. നേരെ പിടിച്ചിട്ട് പോണ്ടായി ചേട്ടാ. അങ്ങനെ കുറെ വണ്ടന്മാര് രക്ഷി മണ്ണാകാത്ത പ്രേതം പൊല്ലും പേടിപ്പിച്ചേക്കാം. കുറെ അടിച്ച് കയറ്റി തന്നെ. തീപ്പെട്ടി കാണും. തീപ്പെട്ടി വേണ്ടേ? ആരാ അവിടെ കണ്ടിട്ടില്ലല്ലോ.